അടുത്ത നമുക്ക് ട്രാവേഴ്സ് സർവേയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. ട്രാവേഴ്സ് സർവേയിങ് നമ്മൾ ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ട്രാവേഴ്സ് സർവേയിങ് എന്നുള്ള ഒരു മെത്തേഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോമ്പസ് സർവേയിങ്ങിലാണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ കോമ്പസ് സർവേയിങ്ങിൽ നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻസ് നമുക്കറിയാം, നമുക്ക് അതിന്റെ ലീനിയർ മെഷർമെന്റ്സ് എടുക്കാം, നമുക്ക് ലൈൻ ചെയിൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ടാപ്പ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് തരത്തിലുള്ള ട്രാവേഴ്സിങ് അഥവാ ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി സൈഡഡ് ഫിഗർ അഥവാ നമ്മൾ എങ്ങനെയാണോ സർവേ പ്രൊസീഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രോസസ്സ് എന്നുള്ള അർത്ഥമേ അതിനുള്ളൂ. ഒരു മൾട്ടി സൈഡഡ് ഫിഗർ എന്താണോ നമുക്ക് മനസ്സിലാവുന്നത് അത്രേ ഒരു ട്രാവേഴ്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ അവിടെ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ട്രാവേഴ്സ് സർവേയിങ് എന്താണെന്നുള്ളത് ജസ്റ്റ് പറയുന്നത്. അപ്പൊ അതില് ഈ ക്ലോസ്ഡ് ട്രാവേഴ്സ് ഉണ്ടെന്നുള്ളതും അതേപോലെ തന്നെ ഓപ്പൺ ട്രാവേഴ്സ് ഉണ്ടെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്നുള്ളവരുടെ ഉദ്ദേശം എവിടെ നിന്നാണോ നമ്മുടെ സർവേ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് തന്നെ അവസാനിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതിന് ഞാൻ ചില ടൗണുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ തികച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനിലല്ല അവസാനിപ്പിക്കുന്നത് എങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ട്രാവേഴ്സിനെ നമുക്ക് അതിനെ ഓപ്പൺ ട്രാവേഴ്സ് എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുന്നത്. പക്ഷെ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്താണ് എന്നുള്ളത് കുറച്ചും കൂടെ വ്യക്തമാക്കി പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഈ ക്ലോസ്ഡ് ട്രാവേഴ്സിന്റെ പ്രത്യേകത, ഈ ക്ലോസ്ഡ് ട്രാവേഴ്സിന് അഥവാ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെയാണോ നമ്മൾ സർവേ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ട്രാവേഴ്സിന് അഥവാ ക്ലോസ്ഡ് ട്രാവേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ പ്രത്യേകത, അതിന്റെ കംപ്ലീറ്റ് ഇന്റീരിയർ ആംഗിൾസിന്റെ സം എടുത്തു കഴിഞ്ഞാൽ അഥവാ ഇതിന്റെ ഉള്ളിലുള്ള ആംഗിൾസിന്റെ സമ്മേഷൻ അല്ലെങ്കിൽ അതിന്റെ സം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 2n - 4 × 90 അല്ലെങ്കിൽ അത്രയും റൈറ്റ് ആംഗിൾസ് 2n - 4 റൈറ്റ് ആംഗിൾസ് ആയിരിക്കും അതിന്റെ എത്രയാണോ അത് കിട്ടുന്നത് അത്രയും ആയിരിക്കും അതിന് ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് സൈഡ്സ്. അപ്പൊ n = നമ്പർ ഓഫ് സൈഡ്സ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോ നമ്മുടെ എത്ര സൈഡ്സ് ഉണ്ട്, 1 2 3 4 5. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മേഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഇന്റീരിയർ ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 2 × എത്ര സൈഡ് ഉണ്ട്, 5 സൈഡ്. 2 × 5 എന്ന് പറഞ്ഞാല് 10. 10 - 4 എന്ന് പറഞ്ഞാല് 6. 6 × 90. 6 × 90. 6 9 എത്രയാണോ അല്ലെങ്കിൽ 6 × 90 എത്രയാണോ കിട്ടുന്നത് അത്രയും ആയിരിക്കും അതിന്റെ സമ്മേഷൻ അല്ലെങ്കിൽ അതിന്റെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത്. അടുത്തത് ഇതേ ഒരു ട്രാവേഴ്സിന്റെ അല്ലെങ്കിൽ ക്ലോസ്ഡ് ട്രാവേഴ്സിന്റെ എക്സ്റ്റീരിയർ ആംഗിൾസ്, പുറത്തുള്ള ആംഗിൾസ്, ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾസ്. അതിന്റെ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2n + 4 റൈറ്റ് ആംഗിൾസിന് തുല്യമായിരിക്കും. 2n + 4 റൈറ്റ് ആംഗിൾസ്. അപ്പൊ എത്ര വരിക, നമ്മൾ നേരത്തെ കിട്ടി. അപ്പോ 10 + 14 × 90 ആയിരിക്കും ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾസ്, പുറത്തുള്ള ആംഗിൾസ് ഇങ്ങനെ ഇതിന്റെ സമ്മേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. ഇത് ക്ലോസ്ഡ് ട്രാവേഴ്സിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോ ഇതായിരിക്കണം ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇന്റീരിയർ ആംഗിൾസിന്റെ സം ഇതും എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം ഇതും ആയിരിക്കണം അല്ലെ? അതാണ് ഒന്നാമത്തെ ഒരു പ്രത്യേകത. ഇനി അപ്പൊ ഇതാ ഇതിന്റെ പ്രത്യേകതയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രത്യേകത ആൾജിബ്രിക് സം ഓഫ് ഡിഫ്ലക്ഷൻ ആംഗിൾസിന്റെ സമ്മേഷൻ എന്തായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ നിന്ന് ഇതിന്റെ ഡിഫ്ലക്ഷൻ, ഈ ലൈനിൽ നിന്ന് ഇതിന്റെ ഡിഫ്ലക്ഷൻ, ഈ ലൈനിൽ നിന്ന് ഇതെത്ര മാറി നിൽക്കുന്നു, 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 ഇതിന്റെ സമ്മേഷൻ എന്തായിരിക്കും, 360 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ക്ലോസ്ഡ് ട്രാവേഴ്സിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പോ ഈ ക്ലോസ്ഡ് ട്രാവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ക്ലോസ്ഡ് ട്രാവേഴ്സില്
നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ സർവേ സ്റ്റാർട്ട് ചെയ്ത്, അത് കോമ്പസ് സർവേ ആട്ടെ അല്ലെങ്കിൽ നമ്മുടെ തിയറിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള സർവേ ആട്ടെ, എന്ത് സർവേ ആയിരുന്നു, ആ ക്ലോസ്ഡ് ട്രാവേഴ്സിലെ നമ്മുടെ ഓരോ ആംഗിൾസും ഇന്റീരിയർ ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2n-4 വരുന്ന എക്സ്റ്റീരിയർ ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 2n+4 ആംഗിൾസ് അതൊക്കെ നമുക്കറിയാം. അതൊക്കെ നമുക്ക് അതിന്റെ 2n+4 2n-4 റൈറ്റ് ആംഗിൾസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ശരി, പക്ഷേ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ എത്തുമ്പോൾ ആ ആംഗിൾസ് എല്ലാം കഴിഞ്ഞ് ഓരോ ടൗണിലെയും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെയും നമ്മൾ ആംഗിൾസ് എടുത്ത് വന്ന് അതേ സ്ഥലത്തേക്ക് തിരിച്ചെത്തുമ്പോൾ നമുക്ക് ആ പോയിന്റിൽ തന്നെ കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആംഗിൾസ് എടുത്ത് വരണം. അതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ മെഷർമെന്റ് നമുക്കറിയാം. പക്ഷെ ഒരു പ്ലോട്ട് ഇത് ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് ലഭിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നമുക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതില് ചിലപ്പോ നമ്മുടെ ആംഗിൾസ് എടുത്തതിലുള്ളതാവാം, അതല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും എറർ സംഭവിച്ചുകൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും ഒരു കറക്റ്റ് പോയിന്റ് എവിടെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് എത്താൻ പറ്റുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള എററുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്ലോസിംഗ് എറർ എന്ന് നമ്മൾ അങ്ങനത്തെ എററുകളെ വിളിക്കുന്നത് ക്ലോസിംഗ് എറർ. അപ്പൊ ഈ ക്ലോസിംഗ് എറർ സംഭവിക്കുമ്പോൾ ഈ ക്ലോസിംഗ് എററിലുള്ള ഈ ഒരു ക്ലോസിംഗ് എറർ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ക്ലോസിംഗ് എററിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാത്തിലേക്കും നമ്മൾ കൊടുത്ത് നമുക്ക് എറർ കുറയ്ക്കാനുള്ള ഒരു മെത്തേഡ് എന്നുള്ള രീതിയിൽ 2 തരത്തിലുള്ള മെത്തേഡുകളുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് ബൗഡിക്സ് റൂളും അതുപോലെ തന്നെ ട്രാൻസിറ്റ് റൂളും. ഇങ്ങനെ 2 റൂളുകളാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ 2 റൂളുകളിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 റൂളുകൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. പക്ഷെ അപ്ലൈ ചെയ്യാനുള്ള ഫോർമുലയാണ് സാധാരണഗതിയിൽ നമുക്ക് എക്സാം ചോദിക്കുന്നത്, നമുക്ക് എഴുതാം. അതിന് മുമ്പ് ഇതിൽ ക്ലോസിംഗ് എറർ സംഭവിക്കുന്ന ക്ലോസിംഗ് എറർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് തിരിച്ചെത്തണം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ക്ലോസ്ഡ് ട്രാവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ആ കറക്റ്റ് പോയിന്റിൽ എത്തിയിരിക്കണം, അങ്ങനെ എത്തിയിരിക്കണം. പക്ഷെ അതിന് ഡീവിയേഷൻ സംഭവിച്ചുകൂടാ. അപ്പൊ ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ലോസ്ഡ് ട്രാവേഴ്സിന്റെ ലാറ്റിറ്റ്യൂഡിന്റെ സമ്മും സിഗ്മ ലാറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് പറയാം, സിഗ്മ ഡിപ്പാർച്ചർ, അതേപോലെ ഡിപ്പാർച്ചറിന്റെ സമ്മും ഈക്വൽ ടു 0 ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് അറിയണം, എന്താണ് ഡിപ്പാർച്ചർ എന്നും അറിയണം. അപ്പൊ ഈ ഒരു ഫിഗറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എ ബി സി ഡി ഇ. ഈ ഒരു ലൈനിനെ സംബന്ധിച്ചിടത്തോളം എ ബി എന്ന ലൈനിനെ സംബന്ധിച്ചിടത്തോളം ഈ ലൈനിന്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്, അഥവാ അതിനാണ് നമ്മൾ പറയുന്നത് ഡിപ്പാർച്ചർ. അതിന്റെ വെർട്ടിക്കൽ പ്രൊജക്ഷനാണ് നമ്മൾ പറയുന്നത് ലാറ്റിറ്റ്യൂഡ്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്, അതിന്റെ ഡിപ്പാർച്ചറിന്റെ ഡിറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, അതിന്റെ ലാറ്റിറ്റ്യൂഡിന്റെ ഡിറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഇത് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് കമന്റ്സിൽ ചോദിക്കണം. ഇത് മാത്രം നമുക്ക് ബന്ധപ്പെട്ട് വേറെ ക്ലാസ് എടുക്കാം. ബി ടു സി പോകുന്നത് ഇങ്ങോട്ടാണ്, സ്വാഭാവികമായിട്ടും അതിന്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, ഇതിന്റെ വെർട്ടിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ എത്തി അവസാനിക്കും. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുതൽ ഇവിടെ വരെ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ എത്തി. ഇത്രയും ബാക്കിയുള്ളൂ. സി ടു ഡി എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് ഡിറക്ഷൻ, സ്വാഭാവികമായിട്ടും അതിന്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇവിടെ മുതൽ ഇവിടെ വരെ. അതിന്റെ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഇവിടെ എത്തി, അഥവാ ഇത്രയും ഭാഗം എക്സ്ട്രാ ഓടിയെന്നാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ പോയിന്റുകളുടെയും എല്ലാ സൈഡിന്റെയും ലാറ്റിറ്റ്യൂഡ് പ്ലസ് ഈ ലാറ്റിറ്റ്യൂഡ് മൈനസ് ഈ ലാറ്റിറ്റ്യൂഡ് ഇവിടെ എത്തി, ഈ ലാറ്റിറ്റ്യൂഡ് ഇങ്ങോട്ടെത്തി, ഈ ലാറ്റിറ്റ്യൂഡ്, അങ്ങനെ ഓരോന്നും തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലാറ്റിറ്റ്യൂഡുകളുടെ ഒക്കെ കൂടെ സം എടുത്തിട്ട് കഴിഞ്ഞാൽ അത് 0 ആയിരിക്കണം. ഈ ഡിപ്പാർച്ചർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇത് ഈ ഡിപ്പാർച്ചർ ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടെത്തി,
ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരെ എത്തി. സോറി, ഇതിന്റെ ഡിപ്പാർച്ചർ ഇങ്ങോട്ട് ഇവിടെ എത്തി, ഇതിന്റെ ഡിപ്പാർച്ചർ തിരിച്ച് ഇവിടെ എത്തി, ഇതിന്റെ ഡിപ്പാർച്ചർ ഇവിടെ എത്തി, ഇതിന്റെ ഡിപ്പാർച്ചർ ഇവിടുന്ന് ഇത്രയും വന്ന് അതുകൊണ്ട് ഡിപ്പാർച്ചർ ഈക്വൽ ടു 0 ആണ്. ഇതാണ് മറ്റൊരു പ്രത്യേകത. അപ്പം സം ഓഫ് ലാറ്റിറ്റ്യൂഡ് ഈക്വൽ ടു സം ഓഫ് ഡിപ്പാർച്ചർ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത. അപ്പൊ അത് കിട്ടുന്നില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം അതിനൊരു എറർ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ആ എററുകൾ അതാണ് നമ്മൾ പറയുന്നത് ക്ലോസിംഗ് എറർ. ക്ലോസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ആ ക്ലോസിംഗ് എററിനെ നമുക്ക് ക്ലോസിംഗ് എറർ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഫോർമുലയാണ് ബൗഡിറ്റ്സ് റൂളും അതുപോലെ തന്നെ ട്രാൻസിറ്റ് റൂളും. അപ്പോ ഇത് ഡിപ്പാർച്ചർ ആണെന്ന് നമ്മൾ പറഞ്ഞു, ഇത് ലാറ്റിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു. അപ്പോ ഡിപ്പാർച്ചർ ഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ D1 എന്ന് പറയുന്നത് ഇത് L1 ആണെങ്കിൽ D1 is equal to ഇത് ഡിപ്പാർച്ചർ ഹൊറിസോണ്ടൽ പൊസിഷൻ is equal to L1 cos θ. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് L1 ഉം ഇത് തീറ്റയും ആണെങ്കിൽ എന്തായിരിക്കും? L1 sin θ ആയിരിക്കും. അപ്പം L is equal ലാറ്റിറ്റ്യൂഡ് L is equal to L1 sin θ എന്നായിരിക്കും. അപ്പൊ നമുക്ക് മൊത്തത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ക്ലോസ്ഡ് ട്രാവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സം ഓഫ് ഡിപ്പാർച്ചർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് പറയാം? D1 plus D2 plus D3 plus etc is equal to 0 അഥവാ L1 cos θ1 plus L2 cos θ2 plus equal to last equal to 0. അതേപോലെ ലാറ്റിറ്റ്യൂഡ് നമുക്ക് എഴുതാം L is equal to L1 sin θ1 plus L2 sin θ2 plus L3 sin θ3 equal to 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് മറ്റൊരു ഈ ഡിപ്പാർച്ചറിനെ ലാറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള മറ്റൊരു കാര്യം. ഇത് തീറ്റ എടുക്കുന്നതും അതുപോലെ തന്നെ അതിന്റെ കോസ് തീറ്റ എങ്ങനെ വരുന്നു എന്നുള്ളതും അല്ലെങ്കിൽ സൈൻ തീറ്റ എങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള സംശയമുള്ള ഒരുപാട് ആളുകളുണ്ട് എന്ന് എനിക്കറിയാം. ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരാം. ആ ഒരു ക്ലാസ് മാത്രം വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലോസ്ഡ് ട്രാവേഴ്സിൽ എറർ സംഭവിക്കുകയാണെങ്കിൽ ക്ലോസിംഗ് എറർ ഉണ്ടാവുകയാണെങ്കിൽ 2 തരത്തിലുള്ള റൂളാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ശരിക്കും 4 തരത്തിലുള്ള റൂളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ റൂള് ബൗഡിറ്റ്സ് റൂള്, രണ്ടാമത്തെ ട്രാൻസിറ്റ് റൂള്, മൂന്നാമത്തെ ആക്സിസ് റൂള്, നാലാമത്തെ ഗ്രാഫിക്കൽ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫിക്കൽ റൂളും അതുപോലെ തന്നെ ആക്സിസ് റൂളും ഒന്നും സാധാരണ ചോദിക്കാറില്ല. അതുപോലെ ബൗഡിറ്റ്സ് റൂളും ട്രാൻസിറ്റ് റൂളും എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് ആ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഫോർമുല ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസോ കാര്യങ്ങളോ ഇതുവരെ നന്നായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എന്തായിരുന്നു കറക്ഷൻ ടു ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡിൽ വരുന്ന കറക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ആദ്യത്തെ വരുന്നത്. ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡിൽ വന്നിട്ടുള്ള ടോട്ടൽ എറർ എത്ര നോക്കുക ഇൻറ്റു ലെങ്ത് ഓഫ് ദാറ്റ് സൈഡ്, ആ പർട്ടിക്കുലർ സൈഡിന്റെ ലെങ്ത് ഡിവൈഡ് ബൈ പെരിമീറ്റർ ഓഫ് ട്രാവേഴ്സ്, അങ്ങനെ ഓരോന്നിനും കണ്ടുപിടിക്കാവുന്നതാണ്. ഇതേപോലെ കറക്ഷൻ ടു ഡിപ്പാർച്ചർ ആണെങ്കിൽ കറക്ഷൻ ടു ഡിപ്പാർച്ചർ ഈക്വൽ ടു ടോട്ടൽ എറർ ഇൻ ഡിപ്പാർച്ചർ ഇൻറ്റു ലെങ്ത് ഓഫ് ദാറ്റ് സൈഡ് ഡിവൈഡ് ബൈ പെരിമീറ്റർ ഓഫ് ട്രാവേഴ്സ് എന്നുള്ളതാണ് ബൗഡിറ്റ്സ് റൂളിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ട്രാൻസിറ്റ് റൂൾ എന്ന് നോക്കാം. കറക്ഷൻ ടു ലാറ്റിറ്റ്യൂഡ് അതാണ് ഒന്നാമത് നമുക്ക് ട്രാൻസിറ്റ് റൂള്. കറക്ഷൻ ടു ലാറ്റിറ്റ്യൂഡ് സംബന്ധിച്ചുള്ള കറക്ഷന് വേണ്ടിയിട്ട് ടോട്ടൽ എറർ ഇൻ ലാറ്റിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡിലുള്ള ടോട്ടൽ ആയിട്ടുള്ള എറർ എടുക്കുക ഇൻറ്റു ലാറ്റിറ്റ്യൂഡ് ഓഫ് ദാറ്റ് ലൈൻ ഡിവൈഡ് ബൈ അരിത്മെറ്റിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. ഡിപ്പാർച്ചറിനെ സംബന്ധിച്ചിടത്തോളം കറക്ഷൻ ടു ഡിപ്പാർച്ചർ ഈക്വൽ ടു ടോട്ടൽ എറർ ഇൻ ഡിപ്പാർച്ചർ ഇൻറ്റു ഡിപ്പാർച്ചർ ഓഫ് that line divided by arithmetic sum of departures എന്നുള്ളതാണ്. അപ്പോൾ ഇത് ട്രാവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വരുന്ന മറ്റൊരു ഭാഗം കൂടിയാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് സാധാരണ വരാവുന്ന ഒരു ചോദ്യം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഭാഗത്തെ ഒന്നും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതായത് ഒന്നാമത് ക്ലോസ്ഡ് ട്രാവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2n-4 റൈറ്റ് ആംഗിൾസിന് ഈക്വൽ ആയിരിക്കും അതിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എന്നുള്ളതും 2n+4 റൈറ്റ് ആംഗിൾസിന് തുല്യമായിരിക്കും അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾസിന് സം എന്നുള്ളതും ഡിഫ്ലക്ഷൻ ആംഗിൾസിന്റെ സം 360 ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കും എന്നുള്ളതും അതുപോലെ തന്നെ സം ഓഫ് ഡിപ്പാർച്ചർ ഈക്വൽ ടു 0, സം ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതൊക്കെ ക്ലോസ്ഡ് ട്രാവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വരാവുന്ന ഭാഗങ്ങളാണ്. ഇൻ കേസ് ക്ലോസിംഗ് എറർ സംഭവിക്കുകയാണെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 4 മെത്തേഡുകളിൽ 2 എണ്ണമാണ്. ഒന്ന് ബൗഡിറ്റ്സ് റൂള്, 2 ട്രാൻസിറ്റ് റൂള്, 3 ആക്സിസ് റൂള്, 4 ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പോൾ ഇത്രയും മെത്തേഡ്സ് ഉള്ളതിൽ ട്രാൻസിറ്റ് റൂൾ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ബൗഡിറ്റ്സ് റൂൾ എന്താണെന്നുള്ളതുമാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചിരിക്കുന്നത്.
നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അതുവരേക്കും